ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയാലോ? സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് പരിപ്പാണ്. അപ്പോൾ പരിപ്പ് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചതിന് ശേഷം കുക്കർ അങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം അതിലിടുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അങ്ങോട്ട് ഇടുക. അതിലേക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്യുക, മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഇടുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ഓവർ അങ്ങ് വെള്ളം ആവാൻ പാടില്ല. ആ ഒരു വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രമാണ്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 5 വിസിൽ അടിക്കണം. ആ വിസിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആവിയൊക്കെ പോയതിനു ശേഷം കുക്കർ തുറക്കുക. എന്നിട്ട് ഇതിലേക്ക് അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതല്ല, സാമ്പാർ പൊടി വേണമെന്നുള്ളവർക്ക് സാമ്പാർ പൊടി ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ മതി. സാമ്പാർ പൊടിയാണെങ്കിലും മസാലയാണെങ്കിലും നമ്മൾ ഉപ്പിടാൻ മറക്കല്ലേ. എല്ലാത്തിനും ശേഷം ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് അല്പസമയം നമ്മൾ വേവിക്കുക. വെന്ത് കഴിയുമ്പോഴത്തേക്ക് കുക്കർ അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന കടു വറക്കാം. എന്നിട്ട് നമ്മൾ ഈ കടു വറുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എല്ലാത്തും ഒന്ന് നന്നായി സ്പ്രെഡ് ആവാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഉള്ളൊരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.